ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് +1 ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിലെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന ചാപ്റ്ററിലെ ഡയമെൻഷൻസ് എന്ന പോർഷനാണ്. നമ്മൾ ഓൾറെഡി മുന്നിലുള്ള വീഡിയോസിൽ പറഞ്ഞിരുന്നു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്, ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്, ഡിറൈവ്ഡ് യൂണിറ്റ്സ് ഇവയെല്ലാം എന്താണെന്നും എങ്ങനെ കണ്ടുപിടിക്കാമെന്നും ഒക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് 7 ഉണ്ടെന്നറിയാം. ആ 7 ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ 7 മറ്റൊരു രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യുകയാണ് ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഫിസിക്കൽ വേൾഡ് എടുത്തു കഴിഞ്ഞാൽ ആ ഫിസിക്കൽ വേൾഡിനെ 7 ഡയമെൻഷൻസ് ആക്കി റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയായിരുന്നു? ഒന്ന് ലെങ്ത് ആയിരുന്നു. ലെങ്ത് ആണെങ്കിൽ ആ ലെങ്തിനെ നമ്മൾ L ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ ലെങ്തിൻ്റെ ഡയമെൻഷനാണ് L. അപ്പോൾ അതൊന്നെങ്കിൽ നമുക്കിങ്ങനെ വെറുതെ L എന്ന് മാത്രം എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും റെപ്രസെൻ്റ് ചെയ്യാം. അതുപോലെ തന്നെ മാസ് ആണെങ്കിൽ മാസിനെ ക്യാപിറ്റൽ ലെറ്റർ M ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നു. ടൈം ആണെങ്കിൽ T ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നു. ടെമ്പറേച്ചർ ആണെങ്കിൽ K ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നു. കറണ്ട് ആണെങ്കിൽ A ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നു. ലൂമിനസ് ഇൻറ്റൻസിറ്റി ആണെങ്കിൽ CD വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നു. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണെങ്കിൽ മോൾ വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ 7 ഡയമെൻഷൻസ് ആണ് നമുക്ക് ഫിസിക്കൽ വേൾഡിൽ പറയാൻ പറ്റുന്നത്. ഇനി ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏത് ക്വാണ്ടിറ്റിയുടെ വേണമെങ്കിലും ഡയമെൻഷൻ കണ്ടുപിടിക്കാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മളിപ്പോൾ ഏരിയ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എന്ത് വരും? L വരും. ഒന്നെങ്കിൽ ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ് വെച്ച് എഴുതാം, അല്ലെങ്കിൽ വെറുതെ L വെച്ച് വേണമെങ്കിലും എഴുതാം കേട്ടോ. L ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്ത് തന്നെയാണ്? ഒരു നീളം തന്നെയാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എന്തേ വരുള്ളൂ? L തന്നെ വരും. സോ ഏരിയയുടെ ഡയമെൻഷൻ L². ഇനി വോളിയാണെങ്കിലോ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ലെങ്തിൻ്റെ ഡയമെൻഷൻ L, ബ്രെഡ്ത്തിൻ്റെത് L, ഹൈറ്റും എന്ത് തന്നെയാണ്? ഒരു ലെങ്ത് തന്നെയല്ലേ? സോ അതിൻ്റെ ഡയമെൻഷനും L തന്നെ. സോ L³ എന്ന് എഴുതാം. ഇനി നമുക്ക് വെലോസിറ്റി നോക്കാം. വെലോസിറ്റി ആണെങ്കിൽ എന്ത് വരും? ഇക്വേഷൻ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് ഡയമെൻഷൻ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു ലെങ്ത് അല്ലേ? സോ L ഡിവൈഡ് ബൈ ടൈമിൻ്റെത് T. ഈ T മുകളിലേക്ക് വരുമ്പോൾ എന്ത് വരും? L(T⁻⁻1). ടിയുടെ പവർ ഇവിടെ 1 ആയിരുന്നു. അത് മുകളിലോട്ട് വരുമ്പോൾ അതിൻ്റെ പവർ നേരെ ഓപ്പോസിറ്റ് സൈനായിട്ട് മാറും, L(T⁻1). ഇനി ആക്സലറേഷൻ ആണെങ്കിലോ എന്ത് വരും? വെലോസിറ്റി ബൈ ടൈമാണ്. വെലോസിറ്റിയുടെ എന്താണ്? L(T⁻1) ഡിവൈഡ് ബൈ ടൈം. ഈ ടൈം മുകളിലേക്ക് വരുമ്പോൾ എന്ത് വരും? L(T⁻1) ഇൻറ്റു T⁻1 വന്നു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. A⁻m ഇൻറ്റു A⁻n ആണെങ്കിൽ എങ്ങനെ എഴുതാം? A⁻m+n എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ എന്താണ് വരുന്നത്? L(T⁻2) എന്ന് വന്നു. ഇനി മൊമെൻ്റം ആണെങ്കിലോ P വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നു. മാസ് ഇൻറ്റു വെലോസിറ്റി. മാസിൻ്റെ ഡയമെൻഷൻ M, വെലോസിറ്റിയുടേത് L(T⁻1). ഇനി ഫോഴ്സ് ആണെങ്കിലോ MA, മാസിൻ്റെത് M, ആക്സലറേഷൻ്റെത് L(T⁻2). ഇനി വർക്കാണെങ്കിലോ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അല്ലേ? ഫോഴ്സിൻ്റെ എന്താണ്? ML(T⁻2) ആണ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെത്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ത് തന്നെയാണ്? ലെങ്ത് തന്നെയാണ്. സോ L ML²T⁻². പവർ ആണെങ്കിലോ വർക്ക് ബൈ ടൈം ആണ്. അപ്പോൾ എന്ത് വരും? വർക്കിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം, ML² T⁻2 ആണ് ഡിവൈഡ് ബൈ ടൈമിൻ്റെത് T തന്നെ.
അപ്പോൾ എന്ത് വരും ml² t⁻² ഇൻറ്റു ടി മുകളിലേക്ക് വരുമ്പോൾ t⁻−1. സോ ഇത് രണ്ടും കൂടെ ചേർത്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും ml² t⁻3. അങ്ങനെ നമുക്ക് ഏത് ക്വാണ്ടിറ്റിയുടെ വേണമെങ്കിലും ഡയമെൻഷൻ എഴുതാൻ പറ്റും. അപ്പോൾ അതിന് ശേഷം ഇതിനകത്ത് പറയുന്ന ഡയമെൻഷൻ്റെ തന്നെ 3 ആപ്ലിക്കേഷൻസ് ആണ്. അത് നമുക്ക് ഇനി വരുന്ന വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.